ഇന്ന് 'ദുരന്തർ പാർട്ട് 2 ദ റിവഞ്ച്' കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. കാട്ടാക്കട ശ്രീകാളിദാസ് തിയേറ്ററിലാണ്. ആട് 3യും ദുരന്തറും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തിയേറ്ററൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. പാർട്ട് 1 ഒക്കെ കണ്ടിട്ട് ഒരു പീക്ക് എക്സ്പെക്ടേഷനിലാണ് വന്നേക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും എന്ന് ബാക്കി സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നൈറ്റ് 12 മണി വരെ ഷോയ്ക്കാണ് വന്നേക്കുന്നത്. ഏകദേശം 4 മണിക്കൂറുണ്ട് സിനിമ. അങ്ങനെ വലിയ വെയിറ്റിംഗ് ഒന്നും ഇല്ലാതെ സിനിമ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹംസ അലി മസാരിയുടെ ഒരു പാസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യണത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല ടോപ്പ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്കിതിലൊരു മേജർ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് നമ്മളെ ഫസ്റ്റ് പാർട്ടിലെ വില്ലൻ ക്യാരക്ടർ റഹ്മാൻ ദക്കേത്താണ്. ആ ഒരു ലെവലിലുള്ള വില്ലനിസം സെക്കൻഡ് പാർട്ടിലൊന്നും ആരും ചെയ്തിട്ടില്ല. ഹോളിവുഡ് ലെവലിലുള്ള വയലൻസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും വയലൻസ്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ളത് തന്നെയാണ്. ഈ ഒരു 4 മണിക്കൂറൊന്നും നമുക്ക് ലാഗോ കാര്യങ്ങളോ ഉള്ളതുപോലെ തോന്നുന്നില്ല. സിനിമ പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ ലാംഗ്വേജ് ഹിന്ദി സെലക്ട് ചെയ്ത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ സബ് ടൈറ്റിൽ വേണമെന്നുള്ള കുറെ പേരുണ്ടായിരിക്കും. അതപ്പോൾ ആദ്യമേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സബ് ടൈറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് അവിടെ പോയിട്ട് ഇവിടെ നമുക്ക് ഓൾറെഡി സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്റർവെൽ സമയത്ത് കുറെ പേര് പോയി സബ് ടൈറ്റിലിന്റെ കാര്യമൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കാര്യമൊന്നുമില്ല. ആദ്യമേ നോക്കി സബ് ടൈറ്റിൽ വേണമെന്നുള്ളവർ സബ് ടൈറ്റിൽ ഉള്ള സ്ക്രീൻ തന്നെ സെലക്ട് ചെയ്യണം. ഫസ്റ്റും സെക്കൻഡും സിനിമ കണ്ടവർ നിങ്ങൾക്ക് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഫസ്റ്റ് തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. സെക്കൻഡിൽ ഡ്യൂറേഷനും വയലൻസ് അങ്ങനെ കാര്യങ്ങളെല്ലാം കൂടുതലാണ്. പക്ഷെ എനിക്കിപ്പോഴും ആ ഒരു ഫസ്റ്റിന്റെ ലെവലിൽ ഇത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഇനി തിയേറ്ററിൽ പോയി ഇനി സിനിമ കാണാനുള്ളവര് ലാസ്റ്റ് സ്ക്രീൻ ഓഫ് ആക്കിയ ശേഷം മാത്രമേ തിയേറ്ററിൽ നിന്ന് പുറത്തു പോവുള്ളൂ. ഇപ്പോൾ സിനിമ കണ്ട ഓൾമോസ്റ്റ് പകുതി പേരെങ്കിലും ലാസ്റ്റ് ഒരു എൻഡ് സീനോടെ ഉണ്ട്. അത് മിസ്സാക്കിയവരായിരിക്കും. അപ്പൊ നിങ്ങളടുത്ത് ഇനി പറയാനുള്ളത് സിനിമ ഫുള്ള് കഴിഞ്ഞ് സ്ക്രീൻ ഓഫ് ആക്കിയ ശേഷമേ നിങ്ങൾ പുറത്തു വരാവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കമന്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.